ഗോകുമാർ സാർ, ഇപ്പോൾ മിഷൻ കംപ്ലീറ്റഡ് ആണെന്ന് പറഞ്ഞു ആൻഡേഴ്സൺ. മിഷൻ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞില്ല. പക്ഷേ ഈ ഒരു ഓപ്പറേഷനിലൂടെ എന്തായിരിക്കും ഇവർ നേടിയെടുത്തിട്ടുണ്ടാവുക? മിഷൻ കംപ്ലീറ്റഡ് ആണെന്ന് പറഞ്ഞത് തന്നെ ആത്മാർത്ഥതയില്ലാതെയാണ്. അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള മറ്റംഗങ്ങൾ ഇനിയും ഇത്തരം ചാരപ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മിഷനിൽ അവർ എന്തെങ്കിലും നേടിയെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അദാനിയുടെ ഷെയർ മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൽ വല്ലാണ്ട് താഴെ കൊണ്ടുവരാനും സ്റ്റോക്ക് മാർക്കറ്റിംഗ് ട്രേഡിനകത്ത് ഒരുപാട് അപകടം കാണിച്ചു വയ്ക്കാനും അതിൻ്റെ തിരിച്ചടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കാനും കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദാനിക്ക് വലിയ നഷ്ടം ഉണ്ടായതായിട്ടാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വളരെ പെട്ടെന്നൊരു വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയപ്പോൾ, അതാണ് അയാൾ നേടിയത്. വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയപ്പോൾ ഈ ഷോർട്ട് സെല്ലിങ്ങിൻ്റെ ആൾക്കാരല്ലേ, വളരെ പെട്ടെന്ന് ഷെയർ മാർക്കറ്റിൽ തിരിച്ചടി ഉണ്ടാവുകയും അതിൻ്റെ നഷ്ടം അദാനിക്ക് കാര്യമായിട്ടുണ്ടാവുകയും ചെയ്തു. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് അവർ കുറച്ചൊക്കെ നേടി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇവിടെ രാജശേഖര സാറൊക്കെ പറഞ്ഞ പോലെ ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്. കാരണം ഈ ഹിൻഡൻബർഗ് ഏജൻസി, ആൻഡേഴ്സൻ്റെ ഏജൻസി അത്ര വലിയൊരു സ്ഥാപനമൊന്നും ആയിരിക്കാൻ സാധ്യത കാണുന്നില്ല. ജോർജ് സോറോസിൻ്റെ സാമ്പത്തിക പിന്തുണയിൽ നിന്ന് സംഘടിപ്പിച്ച ഒരു സന്നദ്ധ സംഘടനയെന്നോ ഒരു സൊസൈറ്റി എന്നോ ഒക്കെ വിളിക്കാവുന്ന രീതിയിൽ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അതിനെ ഒരു ചാരപ്രവർത്തനത്തിന് വേണ്ടി മാക്സിമം ഉപയോഗിക്കുകയും കോർപ്പറേറ്റ് യുദ്ധത്തിൽ വേണ്ട ഒളിയമ്പുകൾ ചെയ്യാനായിട്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, ഇദ്ദേഹം പോയാലും ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 4-5 പേരുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കുറച്ച് അവർ അപകടമുണ്ടാക്കി എന്നുള്ളതിന് തർക്കമില്ല. അത് നമ്മളെ പ്രതിപക്ഷ പാർട്ടികളിൽ ചിലരെങ്കിലും ഏറ്റെടുത്തു. അത് ഏറ്റെടുത്തപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രിയെ മറ്റും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനും മോദിയെയും അദാനിയെയും തമ്മിൽ ചേർത്തുകൊണ്ട് ഈ ഒരുമിച്ചുള്ള ആശയ പ്രവർത്തനങ്ങൾക്കൊക്കെ കാരണമാക്കാനും ഒരുപാട് സുപ്രീം കോടതിയിൽ കേസ് എത്തി. അത് തന്നെ ഇനിയിപ്പം ഒരു 6 മാസമെങ്കിലും എത്താതെ അതിനൊരു തീർപ്പുണ്ടാകും തോന്നില്ല. സുപ്രീം കോടതിക്ക് ഇത് ചെയ്യുന്നതിൽ ഒരുപാട് പരിമിതിയുണ്ട്. അതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇത്തരം ദേശീയ ബന്ധങ്ങളിൽ വരുന്ന ചർച്ച വിദേശ നയങ്ങളിലും പിന്നെ നമ്മളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നത് പോലെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇപ്പോൾ ഹിൻഡൻബർഗ് അടച്ചുപൂട്ടി എന്ന് പറയുന്നത് നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ട്രംപിൻ്റെ വരവ് തന്നെ ഒരു പ്രധാന കാരണം. ട്രംപും മോദിയും തമ്മിലുള്ള അടുപ്പവും പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് അമേരിക്കയ്ക്ക് ഇന്ത്യയെ വളരെ ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. ചൈനക്കാരുടെ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല ചെക്ക്മേറ്റ് ചെയ്യാൻ ഇന്ത്യ കൊണ്ടേ കഴിയുള്ളൂ എന്ന് ട്രംപിനെ പോലെ അറിയുന്ന വേറെ ആരുമില്ല. കാരണം ചൈനയുടെ പ്രത്യേകിച്ച് സാമ്പത്തിക താല്പര്യങ്ങൾ അത് കൂടുതൽ അമേരിക്കയ്ക്ക് പരിക്കേൽപ്പിക്കുന്ന അറിയാവുന്നത് കൊണ്ട് ഭാരതത്തിനെ അക്കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അമേരിക്കയ്ക്ക് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ തന്നെ ഇൻഡോ അമേരിക്കൻ ബന്ധങ്ങൾ അതിൻ്റെ ഊഷ്മളത അതിൻ്റെ ഏറ്റവും നല്ല സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ എത്രയോ കാലമായിട്ട് ഇൻഡോ അമേരിക്കൻ ബന്ധങ്ങൾ കാണുന്നു. അതിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം, പ്രത്യേകിച്ച് 2008 ശേഷം, ആണവ കരാറിന് ശേഷം നല്ല പുരോഗതി ഉണ്ടായി. ഇപ്പോൾ അതിനോടൊപ്പം സാമ്പത്തിക പുരോഗതി വന്നു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച, ഇന്ത്യയിൽ ഉള്ള ഏറ്റവും വലിയൊരു മാർക്കറ്റ്, ഈ മാർക്കറ്റിൽ അമേരിക്കൻ സാധനങ്ങൾക്ക് വിറ്റഴിക്കാനുള്ള സാധ്യതകൾ, ഇന്ത്യക്ക് അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങൾ, പ്രത്യേകിച്ച് പ്രതിരോധ രംഗത്ത് കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങളും ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങളും, പിന്നെ നമ്മുടെ തന്നെ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഭാരതീയർ അവിടെ ഉണ്ട്. അവർ പ്രവാസികളെ ഉപയോഗിക്കുക, പ്രവാസികളുടെ സഹായം നേടുക. ഇപ്പോൾ ചുരുക്കത്തിൽ ട്രംപിന് പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രവാസികളെക്കുറിച്ച് വലിയ മതിപ്പുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ടതാണ്, എടുത്ത് പ്രസംഗിച്ചാണ്. ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഹിൻഡൻബർഗ് കട പൂട്ടിയത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ക്ലിയറാണ്. ട്രംപിൻ്റെ വരവ് തന്നെയാണ്. അദ്ദേഹം ഈ ഇഴയ്ക്കുന്ന ഒരാളല്ല, പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എടുക്കുന്ന നടപടി ശരിയോ തെറ്റോ എന്ന് നമുക്ക് വേറെ വിമർശിക്കാം. പക്ഷേ അദ്ദേഹത്തിന് വ്യക്തമായ നിലപാട് ഇക്കാര്യത്തിലുണ്ട്. അത് നന്നായി മനസ്സിലാക്കി തന്നെയാണ് ഇത് ചെയ്തത്. പക്ഷേ ഇതോടെ അതെല്ലാം അവസാനിച്ചു എന്ന് കരുതാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ നറേറ്റീവിൽ രാജ്യത്തിനെതിരായിട്ടുള്ളൊരു ചർച്ചയായിട്ട് ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചതും വലിയ അപകടമാണ്. കാരണം ഗവൺമെൻറ്റിനെ എതിർക്കാം, പക്ഷേ സ്റ്റേറ്റിനെ എതിർക്കരുത്. ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്കും മാധ്യമങ്ങൾക്കും പൊതുമണ്ഡലത്തിൽ എല്ലാ അവകാശമുണ്ട്. പക്ഷേ രാജ്യത്തിനെ തള്ളി പറയേണ്ട കാര്യമില്ല. ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ യുദ്ധം ചെയ്യുന്നു എന്ന് പ്രതിപക്ഷം പറയുന്നത് അത് ജനാധിപത്യ വിരുദ്ധമാണ്. കാരണം ഭരണവ്യവസ്ഥയെ വിമർശിക്കുന്ന പോലെയല്ല,
സ്വന്തം രാജ്യത്തെ വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിന് പ്രതിരോധവും വിദേശ നയവും സാമ്പത്തിക ബന്ധങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന തുറമുഖങ്ങളും ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ വളരെ ശക്തമായിട്ട് ഇനി മുന്നേറാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ തന്നെ നമ്മുടെ വളർച്ചയിൽ അമേരിക്കയ്ക്കും ക്വാഡ് രാജ്യങ്ങൾക്കുമൊക്കെ ഒരുപാട് സംഭാവന ചെയ്യാനുണ്ട്. അത്തരം ബന്ധങ്ങൾ നിലനിൽക്കുമ്പോൾ ജപ്പാനും ഓസ്ട്രേലിയയും അമേരിക്കയും എല്ലാം നിൽക്കുമ്പോൾ ഇന്ത്യയുടെ എക്സലൻ്റ് റിലേഷൻഷിപ്പിനെ നശിപ്പിക്കാനും ഇങ്ങനെയുള്ള ശ്രമങ്ങൾക്ക് കഴിയുമായിരിക്കുമെന്ന് അവർ ചിന്തിച്ച് കാണും. അതിൻ്റെ പരിണിത ഫലമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ. അതുകൊണ്ട് കുറച്ചൊക്കെ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് നമുക്ക് കുറച്ച് പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇത് നല്ല പാഠമായിട്ട് കരുതി കൂടുതൽ ജാഗ്രതയോടുകൂടി വേണം സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ. പ്രത്യേകിച്ച് ഒരു കമ്പോള സമ്പദ് വ്യവസ്ഥ വളരെയധികം ശ്രദ്ധിക്കണം. അതില്ലെങ്കിൽ അത് അഴിമതിയുടെ ആരോപണങ്ങളിലും മറ്റ് പ്രശ്നങ്ങളിലും കൊണ്ടെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ നമ്മളെ ഒരു ഹെൽത്തി ആയിട്ട് ഒരു വാർണിംഗ് സിഗ്നലായിട്ട് വേണം ഇനി മുന്നോട്ട് പോകുമ്പോൾ കാണേണ്ടത്.